ഹലോ നമസ്കാരം, എല്ലാവർക്കും SSO മീഡിയയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എൻ്റെ വീട്ടിലെ കാടകളെ കുറിച്ചുള്ളതാണ്. ഞങ്ങൾ വെറുതെ ഒരു രസത്തിന് വേണ്ടി വാങ്ങിയ ഒരു ജോഡി കാട കുഞ്ഞുങ്ങളാണ്. അതിപ്പോൾ വളർന്ന് വലുതായി മുട്ടയിട്ട് തുടങ്ങി. ബാക്കി നമുക്ക് വീഡിയോയിൽ കാണാം. ഇതാണ് നമ്മുടെ കാടകൾ. നമ്മൾ ആദ്യം വാങ്ങിയത് ഒരു ജോഡി മാത്രമാണ്. പിന്നീട് നമ്മൾ ഇത് ഇട്ട മുട്ട ഇൻക്യുബേറ്ററിൽ വെച്ച് വിരിയിപ്പിച്ചു. നമ്മൾ സ്വന്തമായി ഉണ്ടാക്കിയ ഇൻക്യുബേറ്ററാണ്. മുട്ട വിരിഞ്ഞതിന് ശേഷം ഞങ്ങൾ കുഞ്ഞുങ്ങളെ ബ്രൂഡറിലേക്ക് മാറ്റി. ആദ്യം ഇവർക്ക് സ്റ്റാർട്ടർ കാടത്തീറ്റയും ഗ്ലൂക്കോസ് വെള്ളവുമാണ് കൊടുക്കേണ്ടത്. കാടത്തീറ്റ ഒന്ന് മിക്സിയിലിട്ട് പൊടിച്ചിട്ട് വേണം കൊടുക്കാൻ. ഞങ്ങൾ ഇവരെ 15 ദിവസമാണ് ബ്രൂഡറിൽ വെച്ചത്. കാരണം വലിയ കാടേൻ്റെ കൂടെ ഇടുമ്പോൾ അവർ കൊത്തി ഇതിനെ ഓടിക്കും. ഇപ്പോൾ നമ്മൾ ഇവരെ വലിയ കാടേൻ്റെ കൂടെ ആക്കി. ഇപ്പോൾ വലിയ കാട ചെറിയ കുട്ടികളെ കൊത്തുന്നൊന്നുമില്ല. ഈ കാടകളുടെ തീറ്റേൻ്റെ കൂടെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പപ്പായൻ്റെ ഇലയും കൊടുക്കാറുണ്ട്. അത് ഇവരുടെ മുട്ട ഉൽപാദനത്തിന് നല്ലതാണ്. ഇത് ഞങ്ങൾ ആദ്യം ഇൻക്യുബേറ്ററിൽ വിരിയിച്ച കുഞ്ഞാണ്. ഇതിനിപ്പോൾ 2 മാസമായി. ഇതാണ് ഞങ്ങൾ ആദ്യം വാങ്ങിച്ച ജോഡിയിലെ പെൺകാട. ഇവളാണ് ഇപ്പോൾ മുട്ടയിടുന്നത്. ഇവളുടെ മുട്ടയാണ് ഞങ്ങൾ ഇൻക്യുബേറ്ററിൽ വെച്ചത്. ഈ റൈറ്റ് സൈഡിൽ നിൽക്കുന്ന 2 കുട്ടികളാണ് ഞങ്ങൾ രണ്ടാമത്തെ പ്രാവശ്യം ഇൻക്യുബേറ്ററിൽ മുട്ട വെച്ചപ്പോൾ വിരിഞ്ഞത്. കോഴികളെ വളർത്തുന്ന പോലെ നിങ്ങൾക്ക് ചെറിയ തോതിൽ കാടകളെയും വളർത്താം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.